കാവടി എവിടെ നിന്ന് വന്നു? മുരുകൻ സ്വാമിയുടെ ആരാധനയുമായി ബന്ധപ്പെട്ടാണ് കാവടി മഹോത്സവം നടക്കുന്നത്. അഗസ്ത്യാർ മുനി ഇടുമ്പനോട് ശിവഗിരിയും ശക്തിഗിരിയും എന്ന രണ്ട് മലകളെ കാവടിയിൽ വച്ചു കൊണ്ടുവരാൻ പറഞ്ഞു എന്നും ഇടുമ്പൻ രണ്ട് മലകളും കാവടിയിൽ വെച്ച് കൊണ്ടുവന്നപ്പോൾ മുരുകൻ സ്വാമി പ്രത്യക്ഷപ്പെടുകയും ഇടുമ്പന്റെ ഭക്തിയെ അംഗീകരിച്ച് അനുഗ്രഹിച്ചു എന്നതുമാണ് ചരിത്രം. ഈ സംഭവത്തിന് ശേഷമാണ് കാവടി എന്ന ആചാരം തുടങ്ങുന്നത്. ഈ ആചാരങ്ങളുടെ വേരുകൾ തിരക്കിപ്പോയാൽ 1000ഓളം വർഷം പുറകോട്ട് പോകേണ്ടി വരും. കാവടിയുടെ തുടക്കം തെക്കൻ തമിഴ്നാട്ടിലെ തിരുച്ചെന്തൂരും പളനിയുമാണ്. അവിടെ നിന്നും കേരളത്തിലും ശ്രീലങ്കയുടെ പല ഭാഗത്തും പ്രചാരത്തിലെത്തി. കാവടികൾ പലതരത്തിൽ ആചരിക്കുന്നു എങ്കിലും അഗ്നിക്കാവടിയുടെ തുടക്കം തമിഴ്നാട്ടിലെ ഗ്രാമപ്രദേശങ്ങളിൽ 1800 മുതൽ തന്നെ ആരംഭിച്ചിരുന്നു. അഗ്നിശുദ്ധി വരുത്തുക എന്ന ആചാരത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് തുടങ്ങിയത്. 20-ാം നൂറ്റാണ്ടിന്റെ അവസാന ഘട്ടമായ 70-80കളിലാണ് നാം ഇന്ന് കാണുന്ന ഈ രീതിയിലുള്ള ശരീരത്തിൽ കൊളുത്തുകൾ ഉപയോഗിച്ച് മാംസത്തിൽ കൊളുത്തി വാഹനങ്ങളിൽ തൂക്കിയിട്ട് കൊണ്ടുവരുന്ന പറവക്കാവടി എന്ന ആചാരം തുടങ്ങിയത്. ഈ ആചാരങ്ങളുടെ എല്ലാം പ്രഭവ കേന്ദ്രം തെക്കൻ തമിഴ്നാട്ടിലെ തിരുച്ചെന്തൂരും പളനിയുമാണ്. കേരളത്തിലും കാവടി മഹോത്സവം ആചരിക്കുന്നു എങ്കിലും തമിഴ്നാട്ടുകാർക്കാണ് ഇതിൽ കൂടുതൽ വിശ്വാസം.